കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇനി ഇവിടെ ഈ വീട്ടിൽ നിർത്തണോ? എന്താ ഒന്നും പറയാത്തെ? എന്തെങ്കിലും ഒന്ന് പറയേട്ടോ. നമ്മൾ പറയുന്നത് കേൾക്കുന്നവരോട് പറയാം. നമ്മളെ മനുഷ്യരായിട്ട് പോലും കാണാത്തവരോട് എന്തു പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? അച്ഛാ, ആദ്യം നമുക്ക് അബീരുടെ അടുത്തേക്ക് പോവാം. അവൻ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അതെ അച്ഛാ, ടൈം കളയാണ്ട് നമുക്ക് വേഗം പോവാം. പോകാം ഭാസ്കർ, നീ പോയി പൈസ എടുത്തുണ്ടോ? എരണല്ലാത്ത കാശാണത്. അത് കൊടുത്താ എന്റെ മോൻ രക്ഷപ്പെടുവോ എന്തോ. എന്തു പറ്റിയതാ? വെടിയേറ്റതാ സാർ. മേജർ ഇഞ്ചുറി ആണെന്ന് തോന്നുന്നു. ബുള്ളറ്റ് നല്ല ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് ബുള്ളറ്റ് പുറത്തെടുക്കണം. ഫാമിലിയെ ഇൻഫോം ചെയ്തേക്കൂ. ഓൾറെഡി ഇൻഫോം ചെയ്തു സാർ, വന്നുകൊണ്ടിരിക്കുക. ഉടനെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവാം. മൈ ഗോഡ്, ഇത് നമ്മൾ വിചാരിച്ചാലും സീരിയസ് ആണല്ലോ. നേഴ്സ്, ഫസ്റ്റ് എയ്ഡിന് വേണ്ടി തയ്യാറാക്കും. ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിയണം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ സാർ. നിൽക്കവിടെ. നീ അങ്ങോട്ടേ ഈ തിടുക്കം പിടിച്ച്? അവൻ മരിച്ചോ ജീവിച്ചിരിക്കുന്നോ എന്ന് അറിയാൻ വേണ്ടിയാണോ വരുന്നത്? അമ്മേ, ഒന്നും പറയണ്ട. നീ കാല് കുത്തുന്ന ഇടം നശിച്ചു പോകുന്നതല്ലാതെ നല്ലതൊന്നും നടക്കില്ല. നിന്റെ മുഖം കാണുന്നത് തന്നെ എനിക്കിഷ്ടമില്ല. ഇനി നിന്റെ നിഴല് പോലും എന്റെ മകന്റെ മേൽ വരാൻ പാടില്ല. നീ കാരണമാ എന്റെ മകൻ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത്. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഭാസ്കർ, വണ്ടി എടുക്ക്. അമ്മ, അത് വണ്ടി എടുക്കാനാ പറഞ്ഞത്.
നിക്കടി, ഒരു തവണ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? നിക്കാൻ. എന്തൊരു ജാതകാടി നിന്റത്. ജനിച്ച ഉടനെ അച്ഛനും അമ്മയും അങ്ങ് പോയി. കെട്ടിയ ഉടനെ കെട്ടിയവനെ മോളിലേക്ക് പറഞ്ഞു വിട്ടു. ഇപ്പൊ രണ്ടാമത് കല്യാണം കഴിച്ച് എന്റെ മോനെ കൂടെ മോളിലേക്ക് പറഞ്ഞു വിടുവോ നീ? ഇനി എത്ര പേരെയാടി ഇനി കൊല്ലാൻ പോകുന്നേ? ഇനി എത്ര പേരെ കൊന്നാ നിനക്ക് സമാധാനാകും? എന്താ ഇളയമേ? ഇളയമ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്ത് പറഞ്ഞു മോളെ? ഇവളുടെ അമ്മായി പറഞ്ഞത് കേട്ടില്ലേ? ഇവളുടെ പ്രത്യേക ജാതകമാണെന്ന്. ഇവള് കാല് വെച്ചിടം എല്ലാം നശിച്ചു പോകും. ഇവള് ഈ വീട്ടിൽ വന്നു കയറുന്നതിന് മുമ്പ് എന്തൊരു സമാധാനായിരുന്നു ഇവിടെ. ഇതിനു മുമ്പ് എന്തെങ്കിലും ഇവിടെ വഴക്കുണ്ടായിട്ടുണ്ടോ? ഇവള് കാരണം എന്നും വഴക്ക. ഇവള് കാരണം എന്റെ ഏടത്തി സമാധാനായിട്ട് ഉറങ്ങിയിട്ടുണ്ടോ? വന്ന് വന്ന് നിന്റെ അമ്മായി അച്ഛനും ഒരു തലവേദനയെ മാറിയിരിക്കവള്. എന്നെങ്കിലും അഭി അവന്റെ അച്ഛനോട് എതിർത്ത് സംസാരിച്ച് നീ കേട്ടിട്ടുണ്ടോ? എന്നാ ഇന്നു മുതൽ ഇവള് കാരണം അച്ഛനും മോനും ഇടയിൽ അകൽച്ച ഉണ്ടായിരിക്കുക. ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കിടയിൽ വലിയ വഴക്കുണ്ടായി. ഇപ്പൊ അഭിമോനാണെങ്കിലോ മരണത്തോട് മല്ലിട്ടോണ്ടിരിക്കുക. അവനെങ്ങാനും പോയ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? ഇവക്കെന്താ, ഇവള് വേറെ കല്യാണം കഴിച്ചങ്ങ് പോവും. നിർത്തണമേ. ഇനി ഒരിക്കൽ കൂടി എന്റെ ഏട്ടനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ എന്റെ സ്വഭാവം മാറും. എന്റെ ഭർത്താവിന്റെ ജീവനെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ നിങ്ങളെ ഞാൻ കൊല്ലും. നിങ്ങൾക്ക് അല്പമെങ്കിലും മനുഷ്യത്വണ്ട് ഇളയമേ. അഭി വസുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനാ. അപ്പൊ വസുവിനോട് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഇവള് കാരണല്ല മോളെ ഇതൊക്കെ സംഭവിച്ചത്. ഇളയമ ഒന്ന് നിർത്തോ? ഇളയമയുടെ ഭർത്താവ് മരിച്ചത് അതുകൊണ്ടാണോ? അത് ഇളയമയുടെ വിധിയായിരുന്നു. പിന്നെ ഇളയമയ്ക്ക് കല്യാണം നടന്നിട്ടില്ല. അത് ഇളയമ കാരണമാണോ? അതായിരുന്നു ഇളയമയുടെ വിധി. അപ്പൊ വസുവും ഇളയമെ പോലെ എരണം കെട്ടവള് തന്നെയല്ലേ? ദൈവത്തിന്റെ കൃപ കൊണ്ട് അഭിയെ പോലൊരു നല്ല ഭർത്താവിനെ അവൾക്ക് കിട്ടി. അതിനെ ഇങ്ങനെ ശപിക്കുവാണോ? അഭിക്കൊന്നും സംഭവിക്കില്ലെന്ന് പ്രാർത്ഥിക്ക്. എല്ലാവരും നന്നായിരിക്കണമെന്ന് വിചാരിക്കേ. അതാ ഇളയമ്മയ്ക്ക് നല്ലത്. ഞാനിപ്പോ എന്ത് പറഞ്ഞിട്ടാ രണ്ടുപേരും കൂടി എന്റെ തലയിൽ കയറാൻ വരുന്നേ? രണ്ടുപേര് ഇരട്ടകളാണല്ലോ. ഒരമ്മ പറ്റ മക്കൾ. അവൾക്ക് ഇവള് സപ്പോർട്ട്, ഇവക്ക് അവൾ സപ്പോർട്ട്. ഒരാള് മറ്റൊരാളെ വിട്ട് പിരിയില്ലെന്നാ തോന്നേ. ഹബിക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ, കാണിച്ചു തരാൻ രണ്ടെണ്ണത്തിന്. രണ്ടിന്റെ തല കുത്തിപ്പിടിച്ച് ഈ വീട്ടിന് പുറത്തിറക്കും ഞാൻ. ആഹാ. ആകാശം കരയുമ്പോൾ
അതാ അവരൊക്കെ എത്തി ഡോക്ടർ. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഡോക്ടർ, എൻ്റെ മകൻ ബുള്ളറ്റ് നല്ല ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചധികം ബ്ലഡും പോയിട്ടുണ്ട്. ഉടനെ ഓപ്പറേഷൻ ചെയ്യണം. ചെയ്തോളൂ ഡോക്ടർ. പണം എത്രയായാലും പ്രശ്നമില്ല. ഞങ്ങളുടെ മകനെ രക്ഷപ്പെടുത്തണം പ്ലീസ്. ഓപ്പറേഷൻ ചെയ്യാനായിട്ട് എല്ലാം തയ്യാറാണ്. അതിനു മുൻപ് നിങ്ങളുടെ ഒരു ഒപ്പ് വേണം. സൈൻ എന്തിനാ ഡോക്ടർ? ഐ എം സോറി സാർ. പേഷ്യന്റിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ബുള്ളറ്റ് പുറത്തെടുത്തില്ലെങ്കിൽ അത് പേഷ്യന്റിന്റെ ജീവന് വളരെ ആപത്താണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാലും റിക്കവർ ആവാനുള്ള ചാൻസ് 30%. ഇറ്റ്സ് ഓൾറൈറ്റ് ഡോക്ടർ. എവിടെ ഒപ്പിടണമെന്ന് പറഞ്ഞാൽ മതി. നഴ്സ്, അതിങ്ങത്തെ ഇവിടെ സൈൻ ചെയ്തോളൂ. ഡോക്ടർ, നിങ്ങൾ ഉടൻ തന്നെ ഓപ്പറേഷൻ തുടങ്ങിക്കോളൂ. ഇതില് പേഷ്യന്റിന്റെ വൈഫിന്റെ സൈൻ വേണം സാർ. എന്തിന്? അവരും സൈൻ ചെയ്യണം മാഡം. അവന്റെ അച്ഛൻ ഒപ്പിട്ടത് നിങ്ങൾക്ക് പോരെ? വേണമെങ്കിൽ അവന്റെ അമ്മയായ ഞാൻ ഒപ്പിടാം. പിന്നെ അവൾ എന്തിനാ? സോറി മാഡം. ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് ഈ ഹോസ്പിറ്റലിലെ പ്രൊസീജിയറാണ്. ഞാൻ പോയി വേഗം എടുത്തി വിളിച്ചോണ്ട് വരാം അമ്മേ. ആവശ്യമില്ലടാ. അവൾ ഇവിടേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ അമ്മേ പറയുന്നേ? നമ്മൾ വന്നപ്പോ വസുവിനെ കൂടി കൊണ്ടുവരാനുള്ളതായിരുന്നു. അവൾ അബിയുടെ ഭാര്യയാണ് അമ്മേ. അമ്മമ്മ, വേണമെങ്കിൽ ഞാൻ തന്നെ പോയി പെട്ടെന്ന് അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം. അമ്മ വന്ന അച്ഛൻ സേഫായിട്ട് തന്നെ ഇരിക്കുമല്ലോ. ചെറിയച്ഛനെ എന്റെ കൂടെ ഒന്ന് വിടുവോ അമ്മമ്മ? ഇതെല്ലാം നീ കാരണമാടാ. നീയും നിന്റെ അമ്മയും കൂടെ ചേർന്ന് എന്റെ മകനെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചില്ലേ? പോടാ. അമ്മ, അച്ഛനെ ആ ഗുണ്ടകള് ഷൂട്ട് ചെയ്തു. ഇപ്പൊ അച്ഛന്റെ കണ്ടീഷൻ ശരിക്കും ഡേഞ്ചറാ. അമ്മ സൈൻ ചെയ്താൽ മാത്രമേ ഡോക്ടർ അങ്കിള് ഓപ്പറേഷൻ ചെയ്ത് എന്റെ അച്ഛനെ പെട്ടെന്ന് രക്ഷിക്കുള്ളൂ. അമ്മമ്മ അത് വേണ്ടെന്നാ പറയുന്നത്. നമുക്ക് അച്ഛനെ തിരിച്ചു വേണ്ടേ അമ്മ? അമ്മ പെട്ടെന്ന് പോയി സൈൻ ചെയ്ത് കൊടുക്ക്. ഡോക്ടർ, ഇവരാണ് അബ്രാമിന്റെ വൈഫ്. ഓക്കെ. അവരോട് സൈൻ വാങ്ങിയിട്ട് വേഗം ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യൂ. ഇതിലൊരു സൈൻ ചെയ്യണം മാഡം. എന്തിനാ ഡോക്ടർ? അത് ഈ ഫോർമാലിറ്റിയാ മാഡം. അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സൈൻ ചെയ്യ് എടുത്തി. നീ സൈൻ ചെയ്യും മോളെ. നീ സൈൻ ചെയ്താലേ ഡോക്ടർക്ക് ഓപ്പറേഷൻ തുടങ്ങാൻ പറ്റൂ. ഒന്ന് വേഗം സൈൻ ചെയ്യമ്മേ. അച്ഛനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ സൈൻ ചെയ്യേ. ഇവിടെ. ഓക്കെ. ടേക്ക് കെയർ ഡോക്ടർ. I will do my level best.
എങ്ങനെയുണ്ട് ഡോക്ടർ? ഓപ്പറേഷൻ കഴിഞ്ഞു മാഡം. ബുള്ളറ്റ് ഞങ്ങൾ പുറത്തെടുത്തു. പക്ഷേ പക്ഷേ എന്താ ഡോക്ടർ, എന്റെ അബിക്ക് എങ്ങനെയുണ്ട്? ഐ എം സോറി, അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. 4-5 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ല.